ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ മറ്റൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, ബിഗ് ബോസ് സീസൺ 7. നിങ്ങൾക്കറിയാം, വീക്കെൻഡ് എപ്പിസോഡ് ഇന്നും നാളെയും ലാലേട്ടന്റെ വീക്കെൻഡ് എപ്പിസോഡാണ് നടക്കുന്നത്. എല്ലാവരും കാത്തിരിക്കുന്ന ഫസ്റ്റ് ബിഗ് വീക്കെൻഡ് എപ്പിസോഡാണ് ലാലേട്ടൻ വരുന്നത്. നമ്മൾ കണ്ടു 2 ദിവസം മുമ്പ് ലാലേട്ടന്റെ ഒരു കിടിലം പ്രൊമോ വന്നായിരുന്നു PR-നെ പറ്റിയിട്ട്. സോ നമുക്ക് ഈ ഒരാഴ്ച ബിഗ് ബോസ് 1 തൊട്ട് ഈ വരുന്ന ഒരാഴ്ച, ആദ്യത്തെ ഒരാഴ്ച ബിഗ് ബോസിൽ എന്തൊക്കെ നടന്നു, എന്തൊക്കെ കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നടന്നു എന്നുള്ള ഒരു റീക്യാപ്പാണ് ഞാൻ എൻ്റെ ഈ വീഡിയോയിലൂടെ ഞാൻ ഇന്ന് ചെയ്യുന്നത്. ബിഗ് ബോസ് ഈ ഒരാഴ്ച മിസ്സായവർക്ക്, ഏതെങ്കിലും കണ്ടന്റ് മിസ്സായവർക്ക് ആ ഒരു റീക്യാപ്പ് കൊണ്ട് നിങ്ങൾക്ക് അത് കൂടുതൽ മനസ്സിലാവും വീക്കെൻഡ് എപ്പിസോഡ് കാണുന്നതിന് മുമ്പിട്ട്. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമുക്കറിയാം, ഈ ബിഗ് ബോസ് സീസൺ 7 എന്റെ ടാഗ് ലൈൻ തന്നെ 7ന്റെ പണി എന്നാണ്. ശരിക്കും അക്ഷരാർത്ഥത്തിൽ ബിഗ് ബോസ് സീസൺ 7 എല്ലാ പ്രഡിക്ഷനും തെറ്റിച്ചുകൊണ്ട് 7ന്റെ പണികൾ ഇങ്ങനെ ഓരോന്നായിട്ട് കണ്ടസ്റ്റൻസിന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സോ നമുക്ക് ആദ്യത്തെ ദിവസം തന്നെ നമുക്കറിയാം, ബിഗ് ലോഞ്ച് ആയിരുന്നു. ലാലേട്ടന്റെ ഗംഭീര വരവ്, എമ്പുരാൻ എന്നൊക്കെയുള്ള പാട്ടൊക്കെ ഇട്ടിട്ട് ഗംഭീര വരവായിരുന്നു. ലാലേട്ടൻ വന്നു, വീട് എല്ലാം കാണിച്ചു, അതിഗംഭീരമായ സെറ്റ്. നിങ്ങൾക്കറിയാം, ഇത് ബിഗ് ബോസ് മലയാളത്തിന്റെ സ്വന്തം സെറ്റാണ്. സോ അതുകൊണ്ട് തന്നെ നല്ല അതിഗംഭീരമായിട്ട് അതിന്റെ രീതിയിൽ തന്നെ ബിഗ് ബോസ് അത് ചെയ്തിരിക്കുന്നുണ്ട്. പിന്നെ രണ്ടാമത് നമ്മുടെ ബിഗ് ബോസ് ലാലേട്ടൻ വന്നു, എൻട്രി വരുന്നു. അങ്ങനെ നമ്മുടെ കണ്ടസ്റ്റൻസിനെ ഓരോരുത്തരെയായിട്ട് വിളിച്ചു വരുത്തി. നമുക്കറിയാം, നമ്മുടെ ബിഗ് ബോസ് സീസൺ 7ന്റെ ആദ്യത്തെ ആഴ്ച 19 കണ്ടസ്റ്റൻസ്, 20 പേർ. അങ്ങനെയാണ് ഈ വട്ടം തന്നേക്കുന്നത്. അതിൽ ആദില നൂറ എന്ന് പറയുന്ന കണ്ടസ്റ്റൻസ് ഒരു കണ്ടസ്റ്റന്റ് ആണ്, പക്ഷെ 2 പേരാണ്. സോ അതുകൊണ്ട് തന്നെ 20 പേരാണ് നമ്മുടെ ബിഗ് ബോസ് സീസൺ 7ലേക്ക് കയറിയത്. അതിൽ 2 കോമണർ ഉണ്ട്, ഒന്ന് അനീഷ്, ഒന്ന് ജിസേൽ. സോ നമുക്കറിയാം, അനീഷ് ആണ് ഈ വട്ടത്തെ ഏറ്റവും വലിയ ടോപ്പ് ചർച്ച ഈ ഒരാഴ്ചയില്. കാര്യം, അനീഷ് ആണ് ഈ ആഴ്ച ഞാൻ കൊടുക്കുന്നത് റാങ്ക് 1 ആയിട്ട് ഞാൻ കൊടുക്കുന്ന അനീഷിനെയാണ്. അത് നെഗറ്റീവ് ഗെയിം ആയിക്കോട്ടെ, പോസിറ്റീവ് ഗെയിം ആയിക്കോട്ടെ, പക്ഷെ ഗംഭീരമായിട്ട് അനീഷ് ഗെയിം കൊണ്ടുപോകുന്നുണ്ട്. അനീഷ് ഗംഭീരമായിട്ടാണ് ഈ ഒരാഴ്ച കൊണ്ടുപോയത്. ഈ ആഴ്ചയിൽ അനീഷിന്റെ പെർഫോമൻസ് ഞാൻ കണ്ടപ്പോൾ എനിക്ക് വിലയിരുത്താൻ കഴിഞ്ഞത്, നമ്മുടെ രജിത് സാർ റോബിൻ കോംബോയിലായിട്ട് 2 പേരുടെ കളി മിക്സ് ചെയ്ത് ഒരു കളിയാണ് ഇപ്പൊ അനീഷ് ഒരാഴ്ചയായിട്ട് കൊണ്ടു നടക്കുന്നത്. അതിനകത്ത് ഈ റിയാസിന്റെ ഗെയിമും എല്ലാം വരുന്നുണ്ട്. സോ വെൽ പ്ലാൻഡ്, വെൽ സ്ട്രാറ്റജി, എല്ലാ കാര്യങ്ങളും ഒരുപോലെ കൊണ്ടുവന്ന് അതിഗംഭീരമായി ഓരോ വ്യക്തികളെയും, ആ കണ്ടസ്റ്റൻസിലെ ഓരോ വ്യക്തികളെയും ഇറിറ്റേറ്റ് ചെയ്തും അല്ലാതെയും കൃത്യമായ പോയിന്റോട് കൂടിയാണ് അനീഷ് ഈ ഒരാഴ്ച കൊണ്ടുപോയത്. ശരിക്കും പറഞ്ഞാൽ ഇത് കാണുന്ന നമുക്ക് പോലും അനീഷിനോട് ദേഷ്യവും വെറുപ്പും എല്ലാം തോന്നുന്നുണ്ട്. ആ കണ്ടസ്റ്റൻസ്, അതിനകത്തിരിക്കുന്ന 19 പേർക്ക്, അതായത് 20 പേർക്കും അനീഷിനോട് വളരെയധികം വെറുപ്പാണ്. കാര്യം, അമ്മാരി ഗെയിമാണ് അനീഷ് ബിഗ് ബോസിൽ ഈ ഒരാഴ്ച കൊണ്ടുപോയത്. ഓക്കെ, ഇനി നമുക്ക് ഈ ആഴ്ചത്തെ റീക്യാപ്പ് എന്തൊക്കെ നടന്നു എന്നുള്ള കാര്യം നോക്കാം. ആദ്യത്തെ ദിവസം തന്നെ നമ്മുടെ ബിഗ് ബോസ് 7ന്റെ പണി കൊടുത്തിരിക്കുകയാണ്. എന്താണ്? സ്റ്റാർ ടാസ്ക്. നമ്മൾ കണ്ടു, ഈ കളി തുടങ്ങിയപ്പോൾ ഒരു റേസിംഗ് ഒരു ഗെയിം നടത്തിയായിരുന്നു ഫസ്റ്റ് ഡേ. അതിൽ ആദ്യത്തെ 3 പേർക്ക് ബിഗ് ബോസ് ഒരു സ്റ്റാർ ടാഗ് കൊടുത്തു കയ്യിൽ കെട്ടാനായിട്ട്. ആ സ്റ്റാർ ടാഗ് ഉള്ളവർക്ക് മാത്രമാണ് അവരുടെ പേഴ്സണൽ ബിലോങ്ങിങ്സ് കൊടുക്കുന്നത്. അതല്ലാത്തവർക്കെല്ലാം ബിഗ് ബോസ് നൽകുന്ന ഡ്രസ്സും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. അപ്പൊ തന്നെ പണി 7ന്റെ പണി കിട്ടിയില്ലേ? പണിപ്പുര. അതാണ് ഈ ലാലേട്ടന്റെ ലോഞ്ച് എപ്പിസോഡിൽ പറഞ്ഞ പണിപ്പുരയാണ് ഈ വീട്ടിലെ ഏറ്റവും വലിയ പണി. കാര്യം, പണിപ്പുരയിലാണ് എല്ലാ സാധനവും വെച്ച് പൂട്ടുന്നത്. സോ ഈ സ്റ്റാർ ടാഗ് ഉള്ളവർക്ക് മാത്രം പണിപ്പുരയെന്ന് അവരുടെ സ്വന്തം സാധനങ്ങൾ കിട്ടും. മേക്കപ്പ് ആണെങ്കിലും ഡ്രസ്സ് ആണെങ്കിലും എന്താണെങ്കിലും അവർക്ക് കിട്ടത്തുള്ളൂ. സോ അവിടെ തന്നെ നമ്മുടെ ബിഗ് ബോസ് പണി തുടങ്ങി മക്കളെ. സോ ആ പണി കൊണ്ട് അവരുടെ ഗെയിം സ്റ്റാർട്ടായി. ഫസ്റ്റ് ദിവസം തന്നെ അടി ബഹളം പുക്കാറെല്ലായി. അവസാനം ആ ദിവസം രാത്രി ബിഗ് ബോസിന് പറയേണ്ടി വന്നു, ഈ ടാസ്ക് ഇന്നത്തേക്ക് നിർത്തി. എന്നിട്ട് അടുത്ത ദിവസം രാവിലെയാണ് തുടങ്ങിയത്. അത് നമ്മുടെ ശാരിക റിപ്പോർട്ട് ചെയ്തിട്ട് ബിഗ് ബോസ് ആ ടാസ്ക് അന്ന് രാത്രിത്തേക്ക് നിർത്തി. അത്ര ഗംഭീരമായിട്ട് അടി നടക്കുകയും കാര്യങ്ങളും നടന്നായിരുന്നു. സോ ഇതാണ് 1ാമത്തെ ദിവസം നടന്നത്. അവിടുത്തെ ലോഞ്ച് എപ്പിസോഡ് കഴിഞ്ഞിട്ടുള്ള 1ാമത്തെ ദിവസം രാത്രിയിൽ നടന്നത്. ഓക്കെ, ഈ എപ്പിസോഡ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ബിഗ് ബോസിന് തന്നെ ആ ഒരു ഇത് നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം, ഓരോ ദിവസവും ഇനി ബിഗ് ബോസ് എന്തെങ്കിലുമൊക്കെ പണികൾ കൊടുത്തുകൊണ്ടിരിക്കും. ഇപ്പൊ 7ന്റെ പണി, അത് ഞാൻ പറഞ്ഞ പ്രഡിക്ഷൻ എല്ലാം തെറ്റിച്ചു. നമ്മൾ കണ്ട ഇത്രയും വർഷം കണ്ടുള്ള എപ്പിസോഡ് ഒന്നും അല്ല ഈ കാണുന്നത്. സീസൺ 6 വരെ കണ്ട ഒരു കാര്യങ്ങളുമല്ല ഇപ്പൊ കാണുന്നത്, എല്ലാം പുതിയതാണ്. സോ ഓക്കെ, അടുത്ത നമ്മുടെ കാര്യം വന്നിരിക്കുന്നത് ബിഗ് ബോസ് സീസൺ 7ന്റെ ഫസ്റ്റ് ക്യാപ്റ്റൻ. അതും ബിഗ് ബോസിന്റെ ഒരു പണിയായിരുന്നു. എന്ത് ചെയ്തു? അനീഷ് വന്നപ്പോ തൊട്ട് ഇറിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ബിഗ് ബോസ് അതിനൊരു പണി കൊടുത്തു. ഷേവിംഗ് ഫോം ആൻഡ് പേപ്പർ പ്ലേറ്റ് എന്ന് പറയുന്ന ഒരു ടാസ്ക്. അതായത് നിങ്ങൾക്ക് ഈ
വീട്ടിൽ ക്യാപ്റ്റൻ ആകാൻ താല്പര്യമില്ലാത്ത ആളിന് ഷേവിംഗ് ഫോം വെച്ച് മുഖത്ത് തേക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടാസ്ക് കൊടുത്തു. സ്വാഭാവികമായിട്ട് എല്ലാവരും എന്തോ ചെയ്തു, അനീഷിന് ഏറ്റവും കൂടുതൽ ഫോം തേച്ചു. അപ്പൊ ബിഗ് ബോസ് 8ന്റെ പണി തിരിച്ചു കൊടുത്തത് എന്താണ്, സോറി 7ന്റെ പണി തിരിച്ചു കൊടുത്തത് എന്താണ്, ഫോം ഏറ്റവും കൂടുതൽ കിട്ടിയ ആളായിരിക്കും ഈ ആഴ്ചത്തെ ക്യാപ്റ്റൻ. ബിഗ് ബോസിനോടാണോ കളി? കാര്യം അനീഷ് ക്യാപ്റ്റൻ ആയാൽ എന്തൊക്കെ TR റേറ്റിംഗ്, അതായത് എന്തൊക്കെ കണ്ടന്റ് കിട്ടുമെന്ന് ബിഗ് ബോസിന് നല്ലതായിട്ട് അറിയാം. സോ നമ്മുടെ ബിഗ് ബോസ് അങ്ങനെ ഒരു പണിയും കൂടെ നമ്മുടെ കണ്ടസ്റ്റൻസിന് കൊടുത്തു. അങ്ങനെ ഈ ഒരാഴ്ച നമ്മുടെ ബിഗ് ബോസ് സീസൺ 7ലെ ആദ്യത്തെ ക്യാപ്റ്റൻ അനീഷായി മാറി. ഓക്കെ, അങ്ങനെ അനീഷ് കിച്ചൺ ടീം നമ്മളെ സാധാരണ കാണുന്ന എല്ലാ ടീമുകളെയും സെപ്പറേറ്റ് ചെയ്തു, അവർ കളി തുടങ്ങി. പക്ഷെ അനീഷിന്റെ ക്യാപ്റ്റൻസി അത്രമാത്രം ഇഷ്ടപ്പെടാതെയാണ് അവിടെയുള്ള ഓരോ വ്യക്തികളും ഇരിക്കുന്നത്. അവർക്ക് അനീഷിന്റെ ക്യാപ്റ്റൻസി ഒട്ടും ഇഷ്ടമല്ല. അനീഷ് എല്ലാവരെയും ചൊറിയുന്നുണ്ട്. ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ ചില കാര്യങ്ങളിൽ മാത്രമാണ് അനീഷ് സക്സസ് ആയിട്ടുള്ളത്. ബാക്കി എല്ലാത്തിലും ഒരു കണ്ടസ്റ്റന്റ് എന്ന നിലയിൽ മാത്രമാണ് നിന്നിട്ടുള്ളത്. എല്ലാവർക്കും ആരുടെയും ആവശ്യങ്ങൾ കേൾക്കുന്നത് വളരെ കുറവാണ്. തിരിച്ചു പറയുന്നത് പുള്ളി നടത്തുകയാണ്. ഒറ്റപ്പെടലായിട്ട് എനിക്ക് ആരും വേണ്ട, പുറത്തും ആരും വേണ്ട, ഇവിടെയും വേണ്ട എന്ന് പറഞ്ഞ് പുള്ളി ഒറ്റയ്ക്ക് നടക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഈ ആഴ്ച കിങ് ഓഫ് ദിസ് വീക്ക് എന്ന് പറയുന്നത് അനീഷാണ്. എല്ലാവരും ബാക്കി എല്ലാവരും കളിച്ചില്ല എന്നല്ല, എല്ലാവരും കളിക്കുന്നുണ്ട്. അവരുടെ ഗെയിം ഗംഭീരമായിട്ട് കളിക്കുന്നുണ്ട്. ഞാൻ ഇതിന്റെ റാങ്കിങ് ഞാൻ അവസാനം പറയാം. എനിക്ക് ആദ്യത്തെ ഒരു 5 പേരുടെ പേര് റാങ്ക് ലിസ്റ്റ് ആയിട്ട് 1, 2, 3 എന്ന് പറഞ്ഞ 5 പേര് ഈ ആഴ്ച തൂക്കിയവരാരൊക്കെയാണെന്ന് ഞാൻ ഏറ്റവും അവസാന റേറ്റിംഗിലൂടെ പറയാം. ഓക്കെ, സോ അത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്റ്റാർ അടി കഴിഞ്ഞു, നമ്മുടെ പണിപ്പുരയുടെ കാര്യം പറഞ്ഞു, ഫസ്റ്റ് ക്യാപ്റ്റനുമായി. അങ്ങനെ ഈ വീട്ടിൽ അകത്ത് വേറൊരു പണിയും കൂടെ ബിഗ് ബോസ് കൊടുത്തു. എന്താണ്? പുകഞ്ഞ പുള്ളി പുറത്ത് എന്ന് പറയുന്ന ടാസ്കിൽ എല്ലാവരോടെ ചേർന്ന് 4 പേരെ സെലക്ട് ചെയ്തു. ഷാനവാസ്, ബിന്നി, ശൈത്യ, പിന്നെ നമ്മുടെ ജിസേല്. ഈ 4 പേരെയും പറഞ്ഞ് പുറത്തു വിട്ടു. ഇപ്പൊ വീടിന് പുറത്താണ് അവർ കിടക്കുന്നത്. എന്നിട്ട് ബിഗ് ബോസ് ഒരു പണിയൂടെ കൊടുത്തു. ഒരു കട്ടിലും 4 പേരും. ആ കട്ടിൽ ഒരാൾക്ക് കിടക്കാം. ആ ആൾ എന്തോ ചെയ്യണം, ഉറങ്ങിക്കഴിഞ്ഞാൽ, രാത്രിയിൽ ഉറങ്ങിയാൽ അയാളെ ആ കട്ടിലോട് എടുത്ത് ഒരു റെഡ് മാർക്കിൽ കൊണ്ടുവച്ചാൽ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് തന്നെ പുറത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു ടാസ്ക് കൊടുത്തു. ആ ടാസ്ക് പക്ഷെ ഗംഭീരമായിട്ട് പ്ലേയേഴ്സ് എല്ലാം കളിച്ചു. ഈ പറഞ്ഞ അതിനിടയ്ക്ക് ഷാനവാസിന്റെ അതിഗംഭീരമായ വേറൊരു കളി നടന്നു. അവര് മാനിപ്പുലേറ്റ് ചെയ്ത് മറ്റു 3 പെൺകുട്ടികളെ കട്ടിലിൽ കിടത്തി ഷാനവാസ് രക്ഷപ്പെടാനുള്ള പരിപാടി നടത്തി. സോ ഇതാണ് പടിക്ക് പുറത്ത് എന്ന് പറയുന്ന, വീടിന് പുറത്ത് എന്ന് പറയുന്ന ടാസ്കിൽ നടന്നത്. അതിനിടയ്ക്ക് അക്ബറും എല്ലാ ആൾക്കാരെ എടുത്ത് മാക്സിമം ഉറക്കമുളച്ചിരുന്ന് കട്ടിലോട് കൂടി വെളിയെ പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള ഗെയിമുകളെല്ലാം കളിച്ചു. പക്ഷെ എല്ലാവരും നല്ല രീതിയിൽ കളിച്ചു. ആ ഗെയിമും അങ്ങനെ നിൽക്കുകയാണ്. പിന്നെ നമ്മുടെ ഫസ്റ്റ് നോമിനേഷൻ, കഴിഞ്ഞ ആഴ്ചയിലെ ഫസ്റ്റ് നോമിനേഷൻ നടന്നായിരുന്നു. അതിഗംഭീര നോമിനേഷൻ ആയിരുന്നു. ഈ ഗെയിം എല്ലാം കണ്ടപ്പോൾ ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. നോമിനേഷനിൽ വ്യക്തിപരമായി കഴിഞ്ഞ വട്ടമൊക്കെ അറിയില്ല, കഴിഞ്ഞ സീസണിലൊക്കെ സേഫ് ഗെയിം കളിച്ചവരെയൊക്കെ അധികം വലുതായിട്ട് നോമിനേഷനിൽ വരാതിരുന്നു. പക്ഷെ ഈ വട്ടം അങ്ങനെയല്ല. കൃത്യമായി ഓരോ കണ്ടസ്റ്റൻസും ഓരോ രീതിയിൽ എല്ലാവരെയും കൃത്യമായി വിലയിരുത്തി അവർക്ക് ഗെയിം പ്ലാനുകളോട് കൂടി തന്നെ കൃത്യമായി അകത്തിട്ട് നോമിനേഷനിൽ വന്നിട്ടുണ്ട് എല്ലാവരും. ഓക്കെ, കൃത്യമായിരുന്നു നോമിനേഷൻസും. അങ്ങനെ ആദ്യത്തെ ആഴ്ചത്തെ നോമിനേഷനും ഗംഭീരമായിട്ട് നടന്നു. അതുപോലെ പിന്നെ നമ്മുടെ അവിടെ നടന്നത് അറിയാലോ, വഴക്കുകൾ അറിയാലോ. ഒരേ ക്ഷാമവുമില്ല. സത്യം പറഞ്ഞാൽ ഞാൻ ആ ബിഗ് ബോസ് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഡെയിലി അടി, എന്തൊരു ചുമ്മാ അടി. എനിക്ക് മനസ്സിലാവത്തേ ഇല്ല, എന്താണെന്ന് പോലും മനസ്സിലാവാത്ത രീതിയിൽ അടി, ചുമ്മാ അടി. വരുന്നവരും പോകുന്നവരും എല്ലാം കയറി നിന്ന് അടി. കണ്ടസ്റ്റൻസ് എല്ലാം കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി തകർത്തിറന്ന അടി, ചുമ്മാ അടി. എനിക്ക് തോന്നിയ സത്യം അങ്ങനെയാണ്. ബിഗ് ബോസ് തന്നെ ചോദിച്ചു, നിങ്ങൾ ഇത് എന്താണ് സ്ക്രിപ്റ്റഡ് ആയിട്ടാണോ വന്ന് ഇന്ന് കളിക്കുന്നതെന്ന്. ബിഗ് ബോസിന് തന്നെ തോന്നി ആ രീതിയിലുള്ള അടിയായിരുന്നു. അതിൽ ആദ്യത്തെ അടി ഞാൻ പറഞ്ഞു, സ്റ്റാർ ടാസ്ക് അടി കഴിഞ്ഞു. അത് കഴിഞ്ഞ് ജിസേലിന്റെ ജെട്ടി ടാസ്കിന്റെ അടി കടന്നു. അങ്ങനെ അതൊക്കെ പക്ഷെ ചെറിയ അടികളായിരുന്നു. പിന്നെ മേക്കപ്പിനുള്ള അടി കടന്നു. ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾക്ക് വൻ അടികളൊക്കെ നടന്നതിന് ശേഷം മെയിനായിട്ട് നമ്മുടെ വീക്ക്ലി ടാസ്ക് നമ്മൾ കണ്ടതാണ്. കോയിൻ, അതായത് ഒരു കറുത്ത കോയിൻ, ചുമന്ന കോയിൻ, അതുപോലെ ഗോൾഡ് കോയിൻ, ഇത് കളക്ട് ചെയ്യണം. ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്യുന്ന ആൾക്കാർക്കുള്ള ഇതുണ്ട്. അതായത് കറുത്ത കോയിൻ കിട്ടുന്നവർക്ക് പണിയുണ്ട്, റെഡ് കോയിൻ കിട്ടുന്നവർക്ക് ഡബിൾ ആകും പോയിന്റുകൾ, അതുപോലെ ഗോൾഡ് കോയിൻ കിട്ടുന്നവർക്ക് ഒരു സ്പെഷ്യൽ പവർ. ആ പവർ നല്ലൊരു പണിയായിരുന്നു. പക്ഷെ എല്ലാവരും വിചാരിച്ചു നല്ല എന്തെങ്കിലും വലിയ പവർ ആയിരിക്കുന്നു. പക്ഷെ അതൊരു പണിയുള്ള പവറായിരുന്നു. ലക്കാണത്. ആ ഗോൾഡ് കോയിൻ കിട്ടുന്നവർക്ക് ലക്ക് അടിച്ച് കിട്ടിയാൽ ആ ഗോൾഡ് കോയിൻ കൊണ്ട് നല്ലൊരു പവർ കിട്ടും. അതായത് ഡയറക്റ്റ് നോമിനേഷനുള്ള പവർ കിട്ടും. ഇല്ലെങ്കിൽ ആ പവർ തന്നെ തിരിച്ചടിക്കും, റിവേഴ്സ് അടിച്ച് സ്വന്തമായിട്ട് തന്നെ നോമിനേഷനിൽ പോകുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ വരും. ഓക്കെ, അത് നമ്മൾ ലാസ്റ്റ് ആഴ്ച കണ്ടു. ആദ്യത്തെ ആഴ്ചയിൽ ഗോൾഡ് കോയിൻ കിട്ടിയത് നമ്മുടെ അക്ബറിനായിരുന്നു. അപ്പോൾ നമ്മുടെ ബിഗ് ബോസ് പറഞ്ഞു എന്ത് ചെയ്യാൻ,
നമ്മുടെ ഈ ഗോൾഡ് കോയിൻ കിട്ടിയ ആള് അടുത്ത റൗണ്ടിൽ അയാൾക്ക് ഒരാളെ നോമിനേറ്റ് ചെയ്യാം. അയാൾ പോയി ഗെയിം കളിക്കണം. അയാൾക്കും ഗോൾഡ് കോയിൻ കിട്ടിയാൽ ഈ പറയുന്ന അക്ബറിന് ഒരാളെ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യാം. അങ്ങനെ അക്ബർ തെരഞ്ഞെടുത്ത ആര്യനെയായിരുന്നു. ആര്യനും അങ്ങനെ മറ്റുള്ളവരും ചേർന്ന് ഗെയിം കളിച്ചു. അതുപോലെ പോയിന്റ് ഒന്നും കിട്ടാത്തവരെ പുറത്താക്കി. കറുത്ത കോയിൻ കിട്ടിയവർക്ക് ഒരു പണി കൊടുത്തു. ഒരാൾ കണ്ണ് കെട്ടണം, ഒരാള് വാ മൂടി കെട്ടണം, ഒരാൾ ഉന്തുവണ്ടിയിൽ കയറിയിരുന്ന് അയാളെ ഇരുത്തി ഫുൾ ടൈം നടക്കണം. ഇതായിരുന്നു ആ കറുത്ത കോയിൻ കിട്ടിയവർക്കുള്ള പണി. അങ്ങനെ അക്ബറിനെ പ്രതിനിധീകരിച്ച് ആര്യൻ കളത്തിലിറങ്ങി. ആര്യന് ഗോൾഡ് കോയിൻ കിട്ടി. പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, അത് മിസ്സാക്കി. അത് ഷാനവാസിന് കിട്ടി. അങ്ങനെ അക്ബറും ആര്യനും കൂടെ കൺഫഷൻ റൂമിൽ പോയി ചർച്ച ചെയ്തു. അവസാനം അക്ബർ ഡയറക്റ്റ് നോമിനേറ്റഡ് ആയി നെക്സ്റ്റ് വീക്കിലേക്ക്. ഇതാണ് ആദ്യത്തെ വീക്ക് ലാസ്റ്റ് ഫസ്റ്റ് ഡേ നടന്നത്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം വന്നപ്പോൾ വീണ്ടും ടാസ്ക് കണ്ടിന്യൂ ചെയ്തു. ആ ദിവസം ഏറ്റവും കൂടുതൽ കറുപ്പ് കിട്ടിയ ആൾക്കാരിൽ 3 പേര് നമ്മുടെ അനീഷ് ഉണ്ടായിരുന്നു, അക്ബർ ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ ഷാനവാസ് ഉണ്ടായിരുന്നു. അപ്പൊ നാലാമത് നമ്മുടെ അനീഷിന്റെ 2 കറുപ്പുണ്ടായിരുന്നു. അപ്പൊ അനീഷിനോട് ബിഗ് ബോസ് പറഞ്ഞു ഇത് ആർക്ക് കൊടുക്കാം എന്ന് പറഞ്ഞ് അനീഷ് അത് ആര്യന് കൊടുത്തു. അങ്ങനെ 4 പേരാണ് പണിഷ്മെന്റ് ടാസ്ക് അറ്റൻഡ് ചെയ്തത്. അനീഷിന് ആന നടക്കുന്ന പോലെ നടക്കണം, ബാക്കി 3 സെയിം ആയിരുന്നു. അങ്ങനെ അതിൽ ഗോൾഡൻ കോയിൻ കിട്ടിയത് നമ്മുടെ ഷാനവാസനായിരുന്നു. സെയിം ഷാനവാസ് എന്ത് ചെയ്തു, നമ്മുടെ ആര്യനെ കൊണ്ട് വീണ്ടും കളിപ്പിച്ചു. അത് വീണ്ടും ഗോൾഡൻ കോയിൻ കിട്ടിയില്ല. അങ്ങനെ ഷാനവാസ് വീണ്ടും ഡയറക്റ്റ് നോമിനേറ്റഡ് ആയി. അങ്ങനെ പണിപ്പുര. അപ്പം രണ്ടാമത്തെ വീക്ക്ലി ടാസ്കിൽ വേറൊരു ഇതുണ്ടായിരുന്നു. അതിന്റെ പേര് ഒരു മിനിറ്റ് ഞാൻ പറയാം. ഡെസ്റ്റിനി കോയിന്റെ കേസ് എന്ന് പറഞ്ഞാൽ ഡെസ്റ്റിനി കോയിൻ ഒരു കിട്ടുന്നവർക്ക് ഒരാളെ അകത്ത്, അതായത് നമ്മുടെ പണിപ്പുര പുറത്ത് കിടക്കുന്നല്ലോ, വീടിന് പുറത്ത് കിടക്കുന്ന ഒരാളെ അകത്ത് വിളിക്കാനുള്ള പവർ ആയിരുന്നു. അത് നമ്മുടെ നമ്മുടെ അക്ബർ നമ്മുടെ ഷാനവാസിനെ പുറത്തുനിന്ന് അകത്തോട്ടാക്കിയിട്ട് രഞ്ജിത്തിനെ പുറത്തോട്ടാക്കി. നമ്മുടെ മുൻഷി രഞ്ജിത്താണ് ഇപ്പൊ പുറത്ത് കിടക്കുന്നത്. അങ്ങനെ നമ്മുടെ അക്ബർ ഷാനവാസിനെ അകത്തോട്ടാക്കി. ഇതിനിടയ്ക്ക് ഷാനവാസും അക്ബറുമായിട്ട് അടി, എല്ലാവരും തമ്മിലടി എന്ന് പറഞ്ഞാൽ പൂരടി. അതിനിടയ്ക്ക് നമ്മുടെ മോർണിംഗ് ടാസ്കില് നമ്മുടെ അക്ബർ നമ്മുടെ രേണു സുധിയെ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചിട്ട്, അതായത് ചെല്ലപ്പേര്, ഓമന പേര് വിളിക്കണം എന്ന് പറഞ്ഞൊരു ടാസ്ക് ആയിരുന്നു. അങ്ങനെ ഓരോരുത്തർക്കും മുള്ളം പന്നിന്നും അങ്ങനെ ഇങ്ങനെ ഒരുപാട് പേരുകൾ കിട്ടി. അപ്പൊ അതിനിടയ്ക്ക് ഏറ്റവും എനിക്കും വളരെ മോശമായിട്ട് തോന്നി, എനിക്ക് വളരെ നല്ലതായിട്ട് തോന്നിയില്ല, നമ്മുടെ രേണു സുധിയെ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചു അക്ബർ. പക്ഷെ അക്ബർ അതിന് മാപ്പ് പറഞ്ഞു. എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിട്ട് ആ പ്രശ്നവും അങ്ങനെ നിന്നു. അങ്ങനെ പിന്നെ അതിനിടയ്ക്ക് വിമൺ കാർഡ് ഇറക്കാൻ നോക്കി. ഇതാണ് ഇവിടുത്തെ പ്രത്യേകത എനിക്ക് മനസ്സിലായത്. രേണു സുധി കൃത്യമായിട്ട് വുമൺ കാർഡ് ഇറക്കാൻ നോക്കി. അതിന്റെ കൂടെ നിൽക്കാതെ എല്ലാവരോടും ചേർന്ന് രേണുവിനോട് പറഞ്ഞു അക്ബർ മാപ്പ് പറഞ്ഞിട്ടുണ്ട്, സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്തോ, അല്ലാതെ വിമൺ കാർഡ്, വിധവാ കാർഡ് ഇതൊന്നും ഇവിടെ ഇറക്കണ്ട എന്ന് പറഞ്ഞ് എല്ലാവരും അപ്പൊ തന്നെ ആ മുളയിലെ അങ്ങ് നുള്ളിക്കളഞ്ഞു. കഴിഞ്ഞ വട്ടം നിങ്ങൾക്ക് അറിയാലോ, ഇങ്ങനെയുള്ള വിമൺ കാർഡ് ഇറക്കിയ എല്ലാവരും അവരുടെ കൂടെ നിന്ന് ഒരു പക്ഷം വിമൺ കാർഡിന്റെ കൂടെ, ഒരു പക്ഷം അല്ലാതെ കൂടെ നിന്നിട്ട് അത് വേറൊരു സീനാകും. പക്ഷെ ഇത് ഞാൻ പറഞ്ഞു, ഇവിടുത്തെ കണ്ടസ്റ്റൻസ് എല്ലാം പക്ക റിയൽ ആയിട്ടാണ് നിൽക്കുന്നത്. അതിനകത്ത് മെയിൻ ആയിട്ട് പറയേണ്ടത് അപ്പാനി ശരത്താണ്. അപ്പാനി ശരത്ത് തനി ലോക്കൽ എന്ന് പറയുന്നത് പക്ക റിയൽ. പുള്ളി അങ്ങനെയാണ് അതുപോലെ തന്നെ നിൽക്കുന്നത്. കാരണം എല്ലാത്തിനും അതുപോലെ നിൽക്കുന്ന ഒരു ഇതിനകത്ത് പ്രൊഫഷണൽ, അതായത് സ്ട്രാറ്റജിക് ആയിട്ട് ഗെയിം കൃത്യമായിട്ട് കളിക്കുന്ന ഒരാളെന്ന് പറയുന്നത് അനീഷാണ്. അതുകൊണ്ടാണ് അനീഷിന് ഞാൻ 1ാമത്തെ രാജാവ് എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തത് ഈ ആഴ്ചത്തെ. അത് നല്ലതുമാകാം പുറത്തുമാകാം. അതുപോലെ പ്രേക്ഷകരെ, നിങ്ങളോട് എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ലാലേട്ടൻ വന്നൊരു പ്രൊമോയിൽ പറഞ്ഞ പോലെ PR വർക്കുകൾ നടക്കുന്നുണ്ട് വെളിയിൽ, അറിയാലോ. അത് നല്ലവരെ പോസിറ്റീവ് ആക്കും, പോസിറ്റീവ് ഉള്ളവരെ നല്ല പനലാക്കിയിട്ട് മാക്സിമം ആൾക്കാരുടെ ഇടയിലോട്ട് ചെന്ന് നല്ലതായിട്ട് കളിക്കുന്ന ആൾക്കാരെ പുറത്താക്കുന്നുണ്ട്. കഴിഞ്ഞ സീസണിലെല്ലാം നമ്മൾ കണ്ടതാണ്. സോ അത് നിങ്ങൾ അനുവദിക്കരുത്. നിങ്ങൾ യോഗ്യതയുണ്ടെന്ന് തോന്നുന്ന കളിക്കുന്ന, അത് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും എങ്ങനായാലും കളിക്കുന്ന കണ്ടസ്റ്റൻസിനെ നിർത്തുക. കളിക്കാത്ത മരവാഴകളെ എല്ലാത്തിനെയും കുറച്ച് പുറത്താക്കുക. ഓക്കെ, അതാവണം നമ്മുടെ ടാർഗറ്റ്. നോമിനേഷനിൽ വരുന്ന മരവാഴകളെ എല്ലാം കളയുക. നല്ലതായിട്ട് കളിക്കുന്ന, നിങ്ങൾക്ക് അവരോട് ദേഷ്യമാണെങ്കിലും അല്ലെങ്കിലും അവരെ നിർത്തുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇനിയുള്ള ആഴ്ചകളിൽ എന്റർടൈൻ ആയിട്ട് ആ ഷോ കാണാൻ പറ്റൂ. അല്ലെങ്കിൽ നമ്മുടെ ബിഗ് ബോസ് വീട് ഓണവില്ലായി ഇപ്പം. കഴിഞ്ഞ വട്ടമൊക്കെ നമ്മൾ കണ്ടല്ലോ, ഓണവില്ല് ബിഗ് ബോസ് കണ്ടല്ലോ. കാര്യം എല്ലാ പരവാഴകളും ഒരാളോ 2 പേരോ നിന്നിട്ട് എന്ത് കണ്ടന്റ് കൊടുത്തിട്ട് എങ്ങനെ ബൂസ്റ്റ് ചെയ്തുകൊണ്ടുവരണം. അതുകൊണ്ട് നല്ല കളിക്കുന്ന ആൾക്കാരെ നിർത്താനായിട്ട് നിങ്ങൾ തന്നെ വോട്ട് ചെയ്യുക. നോക്കിയും കണ്ട് വോട്ട് ചെയ്യുക. PR-ന്റെ ട്രാപ്പിൽ വീഴാതെ ഇരിക്കുക. ഓക്കെ, പിന്നെ ഒരു അടി നടന്നത് മറ്റേ രണ ഫാത്തിമയുടെ ഫുഡിന്റെ അടിയാണ് ഒനീലുമായിട്ട്. സത്യം പറഞ്ഞാൽ ഒനീലിന്റെ ഗെയിം എനിക്ക് വലിയതായിട്ട് തോന്നിയില്ല. കാര്യം പുള്ളി എങ്ങും വലിയതായിട്ട് എക്സ്പോസ് ആവുന്നില്ല. അതുപോലെ ശൈത്യ, അങ്ങനെ കുറെ പേരുണ്ട് കേട്ടോ. ഈ വട്ടവും നമ്മുടെ പമ്മി ഇരിക്കുന്ന, അവരൊക്കെ നല്ല പൊട്ടൻഷ്യൽ ഉള്ള ആൾക്കാരാണ്. പക്ഷെ പമ്മി ഇരിക്കുകയാണ്, എപ്പോഴാണ് ഗെയിം കളിക്കാന്നുമായിട്ട് എനിക്കറിയില്ല അവരുടെ ഗെയിം എന്താണ്. അങ്ങനെ ഒനീലിന്റെ അകപ്പാടെ ഞാൻ കണ്ട ഒരെണ്ണം മാത്രമാണ്. അതാണ് ഞാൻ പറഞ്ഞ രണ ഫാത്തിമയായിട്ട് ഫുഡിന്റെ പേരിൽ ഒരു അടി. അങ്ങനെ അവർ നല്ല വഴക്കായിരുന്നു. അങ്ങനെ ആ വഴക്കും വീട്ടുകാരെ തമ്മിൽ തീർത്തു. പിന്നെ ഒരു വഴക്ക്, മെയിൻ വഴക്ക്, സൂപ്പർ വഴക്കായിരുന്നു. അത് നടന്നു. നമ്മുടെ RJ ബിൻസിയും നമ്മുടെ നവീനും തമ്മിലിട്ടു.
ഒടുക്കത്തടി. ഞാൻ ആദ്യം കണ്ടപ്പോൾ നവീന് നമ്മുടെ RJ ബിൻസിയെ പ്രപ്പോസ് ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടായിരുന്നു, ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മുടെ അനുമോള് ദൂത് പോയി ചെയ്തിരുന്നു. പക്ഷെ അത് അവിടെ പൊളിഞ്ഞു. കാര്യം ഇപ്പൊ RJ ബിൻസിയും അനീഷും തമ്മല്ല, അനീഷല്ലല്ലോ എപ്പോഴും അനീഷ് എന്നാ വരുന്നത്, അനീഷിന്റെ പേരാണ് എപ്പോഴും കിടക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഈ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് അനീഷ് എന്ന് വരുന്നത്. കാര്യം അത് തന്നെ എല്ലാവർക്കും ഏകദേശം അങ്ങനെ തന്നെ ആയിരിക്കും. അനീഷിന്റെ പേര് തന്നെയാണ് അവിടെ. തൊട്ടാ പ്രശ്നം ഇന്നാ പ്രശ്നം. അനീഷും അതുപോലെ കണ്ടന്റ് കൊടുക്കുകയാണ്. കാര്യം ഉള്ള എല്ലാത്തിനും കയറി ചൊറിയും, എല്ലാത്തും ചുമ്മാ കയറി ചൊറിയും. അക്ബറാണ് കേട്ടോ നമ്മുടെ വീക്കിലി ടാസ്കിൽ വിജയിച്ചത്. അക്ബർ വിജയിച്ചപ്പോൾ അക്ബറിന് പണിപ്പുരയിൽ ലക്ഷറി ഇതുണ്ടായിരുന്നു, പണിപ്പുര ടാസ്ക് ഉണ്ടായിരുന്നു. അത് അക്ബർ പോയിട്ട് കുറെ മറ്റേ പൊറോട്ടയും മറ്റു സാധനങ്ങളെല്ലാം കൊണ്ടുവന്നു. അപ്പൊ പോയിന്റ് കൂടിപ്പോയപ്പം നേരത്തെ ഫസ്റ്റ് ഈ പണിപ്പുര ടാസ്കിൽ കിട്ടിയാൽ അവർക്ക് കൂടുതലാണെങ്കിൽ അവർക്ക് എടുക്കാൻ പറ്റും. പക്ഷെ രണ്ടാമത്തെ അക്ബർ മാത്രം പോയതിനകത്ത് ബിഗ് ബോസ് അങ്ങനെ അനുവദിച്ചിട്ടില്ലായിരുന്നു ആദ്യമേ. സോ അനീഷ് അപ്പൻ്റെ എടുത്ത് പറയുന്നു, കാരണം ഈ ഫുഡ് കിട്ടുന്ന അവർക്ക് എല്ലാവരും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് പോലും അനീഷ് അവിടെ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ഗെയിം കളിച്ച് എന്താണ്, ബിഗ് ബോസ് കൂടുതലാണെങ്കിൽ എല്ലാ ഫുഡും തിരിച്ചു കൊടുക്കണം. അങ്ങനെ അതും ഒരു കണ്ടന്റ്. കാരണം അപ്പൊ അറിയാം ഇങ്ങനെ സംഭവം പറയുമ്പോൾ എല്ലാവരും അനീഷിനെതിരാവും എന്നൊക്കെ പറഞ്ഞ പക്ക ഗെയിം അനീഷ് കളിക്കുന്നുണ്ട്. ഒരു കോമണറായിട്ട് ഇന്ന് വെറുപ്പിക്കലായാലും അല്ലാതായാലും പുള്ളി കൊണ്ടുവന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ നെഗറ്റീവ് കൊണ്ടുപോയി പുള്ളി പോസിറ്റീവ് ആക്കും എന്നെനിക്ക് തോന്നുന്നുണ്ട്. കാര്യം എല്ലാവരും അങ്ങനെയാണ്. ആദ്യ സീസണിലൊക്കെ തന്നെ എല്ലാവരും നെഗറ്റീവ് ആദ്യം ആയവരെല്ലാം പിന്നീട് പോസിറ്റീവ് ആയിട്ടുണ്ട്. അഖിൽമാരാൻ സീസൺ ആദ്യം അഖിൽമാരൊരു പക്കാ നെഗറ്റീവ് ആയിരുന്നു, പിന്നെ പോസിറ്റീവായി. റോബിന്റെ സീസണിൽ ആദ്യം റോബിൻ പക്കാ നെഗറ്റീവ് ആയിരുന്നു, പിന്നെ റോബിൻ പോസിറ്റീവായി. സോ അതുപോലെ മേ ബി നോക്കാം. പക്ഷെ അനീഷ് കുറച്ചുകൂടെ ഗെയിം മാറ്റി ചെയ്താൽ പുള്ളി ഉറപ്പായിട്ടും ഈ ബിഗ് ബോസ് സീസൺ 7 ഒരു കീ പ്ലെയർ ആണ്. നോക്കാം. അതുപോലെ നമ്മുടെ അടുത്ത ക്യാപ്റ്റൻ, പിന്നെ നടന്നത് ഈ ആഴ്ച നടന്ന അടുത്ത ക്യാപ്റ്റനാണ് നമ്മുടെ ഷാനവാസാണ് അടുത്ത ക്യാപ്റ്റൻ. ഷാനവാസിനെ തെരഞ്ഞെടുത്തിരിക്കുന്നു എല്ലാവരും. അത് കഴിഞ്ഞ് ഗെയിം ഉണ്ടായിരുന്നു, ക്യാപ്റ്റൻസി ടാസ്ക്. 3 പേരുടെ പാവ കെട്ടി തൂക്കിയിട്ട് അടിച്ചിട്ടിട്ട് ഉള്ള പരിപാടി. അതിൽ നമ്മുടെ ഷാനവാസ് വിജയിച്ചു. അങ്ങനെ അടുത്ത ആഴ്ചത്തെ നമ്മുടെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ഷാനവാസാണ്. പിന്നെ ഈ ആഴ്ച നടന്ന മേജർ ഐറ്റം എന്ന് പറയുന്നത് ജയിലാണ്. നിങ്ങൾക്കറിയാലോ ജയിൽ. ആ ജയിലിന്റെ ടാസ്ക് അവിടെ നമ്മളെ ബിഗ് ബോസ് പൊളി. ഗെയിം കളിപ്പിക്കുന്ന പണി കൊടുക്കുന്ന കൃത്യം പണി. അനീഷിനെ വിളിച്ചിട്ട് പറഞ്ഞു, അനീഷ് നിങ്ങൾക്ക് ഡയറക്റ്റ് ഒരാളെ ജയിലിലേക്ക് പറഞ്ഞു വിടാം എന്ന് പറഞ്ഞു. കണ്ണും പൊട്ടി പറഞ്ഞ ഇപ്പൊ ഏറ്റവും വലിയ ചേരിതിൽ അവിടെ രണ്ട് ഒരു നായകൻ ഒരു വില്ലൻ എന്ന് പറഞ്ഞ് നിർത്താൻ പറ്റുന്ന 2 പേരെന്ന് പറയണത് ഇപ്പൊ അനീഷും അപ്പാനി ശരത്തുമാണ്. അവര് കണ്ടടിയ അപ്പാനി ശരത്ത് അനീഷിന് എന്ത് ചെയ്താലും വഴക്കടിയും വഴക്കുമാണ്. അങ്ങനെ അനീഷ് നോമിനേറ്റ് ചെയ്ത ജയിൽവാസം, ഫസ്റ്റ് ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്ത ആള് അപ്പാനി ശരത്താണ്, ഡയറക്റ്റ് നോമിനേഷൻ. ഇപ്പൊ രണ്ടാമത്തെ ആളെ തെരഞ്ഞെടുക്കാൻ നമ്മുടെ കണ്ടസ്റ്റൻസിനോട് പറഞ്ഞു. അങ്ങനെ എല്ലാവരുടെ കൂടി തെരഞ്ഞെടുത്തത് നമ്മുടെ അനുവിനെയാണ്. അങ്ങനെ ആദ്യത്തെ ജയിൽവാസം ബിഗ് ബോസ് സീസൺ 7 അനുവും ശരത്തുമാണ് പോയേക്കുന്നത്. അതും ഈ വട്ടം ഗംഭീരമായ ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് നമ്മുടെ ക്യാപ്റ്റനെ അനീഷിനെ കൊണ്ട് തന്നെ നമ്മുടെ ബിഗ് ബോസ് ചെയ്യിച്ചു. അങ്ങനെ അനീഷ് നാടമുറിച്ച് 2 പേരെ അകത്തേക്ക് കിടത്തി. എന്നിട്ട് ജയിൽ ടാസ്ക് കൊടുത്തു. എന്താണ്, ചപ്പാത്തി പരത്തണം. സ്റ്റാർ, സ്ക്വയർ, സർക്കിൾ, ഈ 3 ഷേപ്പിൽ ചപ്പാത്തി പരത്തി കൊടുക്കണം. ഇതായിരുന്നു അവരുടെ ടാസ്ക്. അതിനിടയ്ക്ക് അനീഷിന്റെ ചൊറിച്ചിലുണ്ടായിരുന്നു. അനീഷിനെതിരെ വെൽ പ്ലാൻ ചെയ്യുന്ന 2 പേരും കൂടെ അനീഷിനെ എങ്ങനെയും പുറത്താക്കും. അപ്പൊ അനീഷ് പറഞ്ഞു, ഈ കഴിക്കുന്ന അന്ന സത്യമായിട്ടും അനീഷിനെ ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താക്കുമെന്ന് നമ്മുടെ ശരത്ത് ശപഥം ചെയ്യുന്ന നമ്മൾ കാണും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അനുവിനെ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞ അനുവിനോട് ഒരു കരച്ചിൽ നടക്കും. അനുവിന്റെ ഗെയിം എന്ന് പറയുന്നത് കരച്ചിലാണ് കേട്ടോ. അനു കരഞ്ഞ് സ്ട്രാറ്റജി ചെയ്ത് കൊണ്ടുപോകാനുള്ള പ്ലാനാണ് നന്മമരം പ്ലസ് കരച്ചിൽ. സോ അങ്ങനെയുള്ള ഒരാഴ്ച ഗംഭീര. അതിനിടയ്ക്ക് അവരും ഇപ്പം ബിഗ് ബോസ് സീസണിലെ ജയിലിന് ബാത്റൂം ഇല്ല, അത് സെപ്പറേറ്റ് ആണ്. സോ അവർ ജയിലിൽ നിന്ന് ബാത്റൂമിൽ പോകണമെങ്കിൽ ക്യാപ്റ്റനെ വിളിച്ച് ക്യാപ്റ്റനെ തുറന്നു കൊടുത്ത് ഒരു പുറത്ത് ബാത്റൂമിൽ പോയിട്ട് തിരിച്ചു വരണം. അങ്ങനെ ഇന്നലെ രാത്രി പുറത്ത് പോയിട്ട് അവർ കയറി ഒളിച്ചിരുന്ന് അങ്ങനെ നിയമം മുറിച്ചു കളഞ്ഞു. അതായത് ബിഗ് ബോസിന്റെ നിയമങ്ങളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് നമ്മുടെ ശരത്തും അനുവും കൂടെ ഒളിച്ചിരുന്നു, അനീഷിന് പണി കൊടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട്. സോ ഇതൊക്കെയാണ് ഇന്നലെ രാത്രി നടന്നത്. അങ്ങനെ അതിഗംഭീരമായി ഒരാഴ്ച ബിഗ് ബോസിന്റെ കംപ്ലീറ്റ് ആയിരിക്കുന്നു. ഇനി അടുത്ത ആഴ്ച ഇതുപോലെ തന്നെ ഗംഭീരമായ പണികൾ ബിഗ് ബോസ് കൊടുക്കട്ടെ എന്ന് നമുക്ക് കാണാം. ഇനി ഞാൻ ഈ പറഞ്ഞ ഈ കഴിഞ്ഞ ആഴ്ചയിലെ 5 പേർ റാങ്കിങ് കൊടുക്കാൻ പറ്റുന്ന 5 പേർ, അതിനുള്ള കാരണം ഞാൻ പറയാം. അതിനകത്ത് ഒന്നാമത്തെ ഞാൻ ഓൾറെഡി നിങ്ങളടുത്ത് പറഞ്ഞു, അനീഷാണ് ഈ ആഴ്ചത്തെ കണ്ടന്റ് മേക്കർ. എല്ലാ കാര്യത്തിലും കണ്ടന്റ് കൊടുത്ത് നെഗറ്റീവ് ആണെങ്കിൽ പോലും പക്ക ഗെയിമോടെ കളിച്ച് ഒരു ഫുൾ ടൈം, അതായത് ആദ്യം തൊട്ട് അവസാനം വരെയുള്ള വീക്കില് നമുക്ക്
അതിഗംഭീരമായ കണ്ടന്റ്സ് കൊടുത്ത ഒരാളാണ് അനീഷ്. എല്ലാവരെയും വെറുപ്പിച്ചു. രണ്ടാമത്തെ ആള് അക്ബർ ആണ്. അക്ബർ ഈ പറഞ്ഞ പോലെ എല്ലാ കാര്യത്തിനും നല്ല കണ്ടന്റും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്, എല്ലാ കാര്യത്തിനും ഇടപെടുന്നുണ്ട്, വഴക്കും കാര്യങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. മൂന്നാമതിനകത്തെ ഒരു ശകുനി മുൻഷി എന്നൊക്കെ പറഞ്ഞ് നമ്മള് കൃത്യമായിട്ട് ഇറിറ്റേറ്റിംഗ് എല്ലാവരെയും കൂടെ നിന്ന് കളിപ്പിച്ച് അവരെ ഗെയിമിലേക്ക് കൊണ്ടുവന്ന് അവരുടെ ഗെയിം കളിപ്പിക്കുന്ന, നമ്മൾ ആരും പുറകെ കാണാത്ത ഒരാളാണ് ഷാനവാസ്. ഷാനവാസിന്റെ ഗെയിം നമ്മൾ കാണാനിരിക്കുന്നേ ഉള്ളൂ. ഷാനവാസ് റോൺസനെ പോലെയുള്ള ആളല്ല. സോ ഞാൻ മൂന്നാമത് കൊടുക്കുന്നത് റോൺസനാണ്. നാലാമത് കൊടുക്കുന്നത് നമ്മുടെ അഭിശ്രീക്കാണ്. അഭിശ്രീ എല്ലാവരുടെയും ഉള്ളിൽ ഒരു നന്മ, അതായത് ഒരു നല്ല പയ്യൻ എന്നുള്ള ഇത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവരുടെ കാര്യങ്ങളും കേട്ട് അവരുടെ കൂടെ കാര്യം അത് അറിയാൻ കാര്യം എന്ന് പറഞ്ഞാല് ക്യാപ്റ്റൻസി ടാക്സ് നെക്സ്റ്റ് വീക്കിലെ ക്യാപ്റ്റൻസി ടാസ്കിൽ നോക്കിയാൽ മതി, എല്ലാവരുടെയും ഒരു നല്ല ഇത് ഇമേജ് കണ്ടെത്തിക്കൊണ്ട് കളിക്കാൻ നിൽക്കുന്ന ഒരാളാണ്. അടിക്കടിയുണ്ട്, എല്ലാ കാര്യങ്ങളുണ്ട്. സോ നാലാമതായിട്ട് എനിക്ക് തോന്നിയത് അഭിശ്രീയാണ്. സോ അഞ്ചാമത്തെ ആളെന്ന് പറയുന്നത് ജിസേലാണ്. ജിസേലിനെ നിങ്ങൾക്ക് ആർക്കും അറിയില്ല. ജിസേൽ പഴയ ഹിന്ദി ബിഗ് ബോസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ഉള്ള ആളാണ്. സോ ജിസേല് പല കാർഡുകൾ അവർ ഇറക്കി, മലയാളി കാർഡ് ഇറക്കി നോക്കി കളിക്കുന്നുണ്ട്. പുള്ളിക്കാരി ഇങ്ങനെ സൈലന്റ് ആയിട്ട് നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. ഒരു എന്താ പറയുന്നേ, മറ്റേ ഒളിപ്പിച്ച് വെച്ചേക്കുന്ന ആറ്റം ബോംബ് ഞാൻ എന്ന് പറയാം. കാര്യം കളിയുടെ കാര്യത്തിലും അമ്മാരി പുള്ളിക്കാരി എല്ലാം നൈസായിട്ട്, കാര്യം ഒരാഴ്ച ഒരു ദിവസം അപ്പാനി ചേർത്ത് ടീം പുള്ളിക്കാരിയെ ചൊറിയാൻ ചെന്നപ്പോൾ അടിച്ചവിടെ ഒതുക്കി നിർത്തിയ ടീമാണ്. സോ പുള്ളിക്കാരി നല്ല രീതിയിൽ കളിക്കുമെന്നുള്ള കാര്യം പുള്ളിക്കാരിക്ക് അറിയാം സ്ട്രാറ്റജി എങ്ങനെ കളിക്കണമെന്ന്. സോ എന്റെ 5 റാങ്കുകളിൽ ഞാൻ പറഞ്ഞു, 1 അനീഷ്, 2 അക്ബർ, 3 ഷാനവാസ്, 4 അഭിശ്രീ, 5-മത്തത് ജിസേൽ. അതുപോലെ ഇതിനകത്ത് ഇനി ഉണ്ട് കേട്ടോ, ഞാൻ പറഞ്ഞ പോലെ ഇപ്പം ഡോക്ടർ ബിന്നി ഉണ്ട്, ബിന്നിയൊക്കെ കളിക്കുന്നുണ്ട്. പക്ഷെ അവരൊക്കെ കളിക്കുന്ന രീതി വേറെയാണ്. ബാക്കി എല്ലാവരും ഈ പറഞ്ഞ പോലെ ആര്യനാണെങ്കിലും കളിക്കുന്നുണ്ട്. ആര്യൻ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. പക്ഷെ ഗെയിമിലേക്ക്, അതായത് ബിഗ് ബോസ് ഗെയിമിലേക്ക് വരുമ്പോൾ കുറച്ച് പോടാണ്. അതുപോലെ രണ അങ്ങനെ കളിക്കുന്നുണ്ട്. പക്ഷെ ഇവരൊക്കെ കണ്ടന്റ് മേക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ അവരൊന്നും ഇപ്പൊ റാങ്ക് ലിസ്റ്റിലേക്ക് വരാറായിട്ടില്ല. അടുത്ത ആഴ്ചയിൽ ഇനി ആരൊക്കെ വരുമെന്ന് നമുക്ക് നോക്കാം. അവരുടെ ലിസ്റ്റുമായിട്ട് നമുക്ക് അടുത്ത ആഴ്ച കാണാം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വീക്കെൻഡ്.